നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ രംഗത്ത് കുതിപ്പ് തുടരുന്ന ഇന്ത്യ വീണ്ടും മറ്റൊരു നീക്കവുമായി രംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ ശത്രു രാജ്യങ്ങൾക്കടക്കം ഇന്ത്യയുടെ ഈ ഒരു പ്രതിരോധ വകുപ്പിലെ ഈ ഒരു കുതിപ്പ് ഒരു ഭീഷണിയാകുന്നുണ്ട്, അല്ലെങ്കിൽ ഭയമാകുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ രാജസ്ഥാൻ ഭാഗത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ 3 ദിവസത്തേക്ക് അവിടെ സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വരാൻ പോകുന്ന ഏതെങ്കിലും കാലഘട്ടത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിരിക്കാം ശത്രു രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. ഇപ്പോൾ 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ പരിഷ്കരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. 114 എണ്ണത്തിന് പകരം 60 റഫാൽ വിമാനങ്ങൾ വാങ്ങിയേക്കും. യുദ്ധവിമാനങ്ങൾ കുറയുന്ന പ്രതിസന്ധി നേരിടുന്ന വ്യോമസേനയ്ക്ക് ലക്ഷ്യമിട്ടതിലും കുറച്ച് വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത്. ഇതിനൊപ്പം റഷ്യയിൽ നിന്നോ US-ൽ നിന്നോ 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കും. ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതുവരെ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ആയുധ സംഭരണത്തിനാണ് ഈ ഒരു നീക്കം. ആഗോള ടെൻഡർ വിളിച്ച് അതിൽ വിജയിക്കുന്ന കമ്പനിക്ക് യുദ്ധവിമാനത്തിനുള്ള ഓർഡർ നൽകാനാണ് പഴയ പദ്ധതി. ഇതിന് പകരം നേരിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാടായി യുദ്ധവിമാനങ്ങൾ വാങ്ങിയേക്കും. ഇത് മിക്കവാറും റഫേൽ വിമാനങ്ങളാകുമെന്നാണ് സൂചന. നിലവിൽ 36 റഫേൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട്. ഇതിനൊപ്പം 60 എണ്ണം കൂടി വരുന്നതോടെ 96 യുദ്ധവിമാനങ്ങളാകും. നിലവിലുള്ള 2 റഫാൽ സ്ക്വാഡ്രോൺ എന്നത് 4 സ്ക്വാഡ്രോണായി ഉയരും. ഫ്രാൻസിലെ ദസെ ഏവിയേഷൻ എന്ന പ്രതിരോധ കമ്പനിയാണ് റഫാലിന്റെ നിർമ്മാതാക്കൾ. ഇവരിൽ നിന്ന് 60 റഫാൽ F4 വിമാനങ്ങളാകും വാങ്ങുക. ഇന്ത്യയിൽ ഒരു അസംബ്ലി ലൈൻ തുടങ്ങണമെന്ന് ദസയോട് ഇന്ത്യ ആവശ്യപ്പെട്ടേക്കും. പെട്ടെന്ന് യുദ്ധവിമാനങ്ങൾ സേനയ്ക്ക് ലഭ്യമാക്കുന്നതിന് ഇത് സഹായിക്കും. എന്നാൽ 110 എണ്ണമെങ്കിലും ഓർഡർ ചെയ്താലേ ഇന്ത്യയിൽ അസംബ്ലി ലൈൻ തയ്യാറാകുമെന്നും അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിനിടയാക്കുമെന്ന് ദസോ മുൻപ് വ്യക്തമാക്കിയിരുന്നു. AMCA യാഥാർത്ഥ്യമാക്കുന്നതുവരെ കാത്തിരിക്കുന്നത് അപകടമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വിദേശത്ത് നിന്ന് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ഇതിലൂടെ ഇത്തരം വിമാനങ്ങളിലുള്ള പ്രവർത്തന പരിചയം വ്യോമസേന പൈലറ്റുമാർക്ക് ലഭിക്കും. ഇത് AMCAയുടെ ഫലപ്രദമായ ഉപയോഗത്തിന് വഴിതെളിയിക്കുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇത് രാജ്യത്ത് നിന്ന് 5ാം തലമുറ വിമാനം വാങ്ങുമെന്ന് വ്യക്തമല്ല. നിലവിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ US-ൽ നിന്നോ മാത്രമേ ആ വിമാനങ്ങൾ ലഭിക്കൂ. US തങ്ങളുടെ F-35 നൽകാമെന്നും റഷ്യ Su-57E നൽകുമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതിലേത് വേണമെന്ന് തീരുമാനമായിട്ടില്ല. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA 2030-ലെ സേനയുടെ ഭാഗമായി തുടങ്ങുമെന്നാണ് വിലയിരുത്തുന്നത്. അതുവരെയുള്ള ഭീഷണികളെ നേരിടേണ്ടതുണ്ട്. റഫാൽ 4.5 തലമുറ യുദ്ധവിമാനങ്ങളാണ്. ഇന്ത്യയുടെ സ്വന്തം തേജസ് 4ാം തലമുറ യുദ്ധവിമാനമാണ്. തേജസിന്റെ MK-1A, MK-2 എന്നീ പതിപ്പുകളായി ആകെ 337 യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയിലേക്ക് എത്തുക. 120 AMCAയും ഭാവിയിൽ വാങ്ങും. വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളുടെ ഉപയോഗം വ്യോമസേനയെ കൂടുതൽ പ്രൊഫഷണൽ ആക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സൈന്യത്തിന് കൂടുതൽ കരുത്തേകാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ശ്രേണിയും കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ എത്തിയിരുന്നു. ഇതും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്ന നീക്കമാണ് നടത്തുന്നത്. US-ന്റെ കാർഗോ വിമാനത്തിലാണ് 3 AH-64E അപ്പാച്ചെ കോപ്റ്ററുകൾ ഗാസിയാബാദിലെ ഹിൻഡർ എയർബേസിൽ ഇറക്കിയത്. 22 കോപ്റ്ററുകൾ വാങ്ങാൻ 2015-ലാണ് US സർക്കാരുമായി ബോയിങ് ലിമിറ്റഡുമായി ഇന്ത്യ കരാർ ഒപ്പുവെച്ചത്. 4168 കോടി രൂപയുടേതാണ് കരാർ. ഇതിൽ 3 എണ്ണമാണ് ഇപ്പോൾ എത്തിയത്. ജോധ്പൂരിലാകും അപ്പാച്ചെയുടെ ബേസ് ക്യാമ്പ്. പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലാകും ഇവയെ വിന്യസിക്കുക. സേനയുടെ ഏവിയേഷൻ കോറിന് കൈമാറുന്നതിന് മുൻപ് പരിശോധനകൾക്ക് വിധേയമാക്കും. 39 അപ്പാച്ചെ ആവശ്യമാണെന്നാണ് കരസേനയുടെ ആഭ്യന്തര വിലയിരുത്തൽ. ഏറ്റവും നൂതനമായ മൾട്ടി റോൾ കോമ്പാക്ട് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് AH-64 അപ്പാച്ചെ. US സൈന്യമാണ് ഉപയോഗിക്കുന്നത്. ആക്രമണത്തിനും രഹസ്യാന്വേഷണത്തിനുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. 30 mm M230 ചെയിൻ ഗൺ, 70 mm ഹൈഡ്ര റോക്കറ്റുകൾ, 6 കിലോമീറ്റർ ദൂരെ നിന്ന് കവചിത വാഹന
വിമാനങ്ങളെയും ടാങ്കുകളെയും തകർക്കാൻ ശേഷിയുള്ള AGM-114 ഹെൽഫെയർ മിസൈലുകൾ ഇതിലുണ്ടാകും. എയർ ടു എയർ സ്റ്റിംഗർ മിസൈലുകളുമുണ്ട്. ഏത് കാലാവസ്ഥയിലും സജ്ജമാണ്. ഈ മാസം മറ്റൊരു വിവാദം കൂടെ ഉയർന്നു വന്നിരുന്നു. അതായത് റഫേൽ യുദ്ധവിമാനം മോശമെന്ന പ്രചാരണം നടത്തിയിരുന്നു. വാങ്ങാൻ ഒരുങ്ങുന്നവരെല്ലാം തന്നെ പിന്തിരിപ്പിക്കുന്ന നിലപാടാണ് ചൈന എടുത്തത്. ചൈനയ്ക്കെതിരെ ഫ്രാൻസ് രംഗത്ത് വരികയും ചെയ്തു. ഫ്രാൻസ് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങളുടെ അപകടത്തെക്കുറിച്ചും സംശയം പരത്താനും അവ വാങ്ങാനൊരുങ്ങുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈന ശ്രമിച്ചിരുന്നു. ചൈനീസ് എംബസികളിലെ അറ്റാഷെമാരുടെ നേതൃത്വത്തിലാണ് ശ്രമം നടന്നതെന്നും ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. റഫേൽ യുദ്ധവിമാനം വാങ്ങാൻ താൽപര്യപ്പെടുന്നവരെ പ്രത്യേകിച്ച് ഇന്തോനേഷ്യയെ ഇടപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ചൈനയുടെ നീക്കം. തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ, തകർന്ന റഫേലിന്റേതെന്ന് ആരോപിച്ചുള്ള ചിത്രങ്ങൾ, AI നിർമ്മിത ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയിലൂടെയായിരുന്നു റഫേലിനെ ചീത്തപ്പേരുണ്ടാക്കാനുള്ള ചൈനീസ് നീക്കം. ചൈനീസ് സാങ്കേതിക വിദ്യയുടെ മേന്മയെക്കുറിച്ച് പ്രചാരണത്തിന് 1000-ലധികം പുതിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും കണ്ടുപിടുത്തത്തിൽ പറയുന്നുണ്ട്. അതേസമയം റഫേൽ വിരുദ്ധ പ്രചാരണത്തിൽ ഏർപ്പെട്ടുവെന്ന ആരോപണം ചൈന തള്ളുകയും ചെയ്തിരുന്നു. ആരോപണം അടിസ്ഥാനരഹിതവും അപവാദവുമാണെന്നായിരുന്നു വാർത്താ ഏജൻസിയായ AP-യോട് ചൈനയുടെ പ്രതികരണം. ഫ്രാൻസിന്റെ പ്രതിരോധ വ്യവസായത്തിൽ ഏറെ നിർണായകമാണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ മറ്റു ആയുധങ്ങളുടെയും വിൽപ്പന. നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ ഇതിനകം 533 റഫേൽ യുദ്ധവിമാനങ്ങളാണ് വിറ്റിട്ടുള്ളത്. ഇതിൽ 323 എണ്ണം ഈജിപ്ത്, ഇന്ത്യ, ഖത്തർ, ഗ്രീസ്, ക്രൊയേഷ്യ, UAE, സെർബിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ്. 42 യുദ്ധവിമാനങ്ങൾക്ക് കരാർ ഒപ്പിട്ടിരിക്കുന്ന ഇന്തോനേഷ്യ ഇനിയും റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് വിവരം. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് 2017 മുതൽ വ്യോമസേന ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ തുടർന്നാണ് റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിലെത്തുന്നത്. ഏറെ കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോന്ന മീഡിയം മൾട്ടി റോൾ പോർ വിമാനം വിഭാഗത്തിലാണ് റഫേൽ വരുന്നത്. ഫ്രാൻസിലെ ഡസോൾട്ട് കമ്പനിയാണ് റഫേൽ വികസിപ്പിക്കുന്നത്. 80കളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് 2000 എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡസോൾട്ട് ആണ്. ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമുനയായിരുന്നു മിറാഷ്. അമേരിക്കയുടെ F-16, A-18, റഷ്യയുടെ MiG-35, സ്വീഡന്റെ ഗ്രീപ്പൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ എന്നിവയുമായുള്ള കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് റഫേൽ വാങ്ങാൻ തീരുമാനമെടുത്തത്. 80കളിൽ വികസനം ആരംഭിച്ച റഫേൽ 2001 ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ, ഈജിപ്ത് വായുസേന, ഖത്തർ വായുസേന എന്നിവരാണ് റഫേൽ ഉപയോഗിക്കുന്നത്. 2018 ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം 165 വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 പൈലറ്റുമാരുള്ളതും 1 പൈലറ്റുള്ളതുമായ റഫേൽ വിമാനങ്ങൾക്കാണ് ഇന്ത്യ വാങ്ങുന്നത്. ഏകദേശം 670 കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വില. വിമാനത്തിന്റെ നീളം 15.27 മീറ്റർ ആണ്. റഫേലിന്റെ വേഗം മണിക്കൂറിൽ 1912 കിലോമീറ്റർ ആണ്. ഒറ്റപ്പറക്കലിൽ 3700 കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ് റഫേൽ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫേസ് ശേഷിയുള്ളതാണ് റഫേൽ. മിക്ക ആധുനിക ആയുധങ്ങളും റഫേലിൽ ഘടിപ്പിക്കാനാകും. ആസ്ട്രേ, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിലെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങുക. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫേലിലുണ്ട്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും റഫേലായിരുന്നു.